ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നിതാ വീണ്ടും ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളൊന്ന് രണ്ട് വീഡിയോ ആയില്ലേ ഇപ്പോൾ സ്നാക്സിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ണൂരുകാർക്ക് ഒരു മെയിൻ സ്നാക്കാണ് കേട്ടോ ഇത്. വേറെ ഒന്നുമല്ല, നമ്മളെ കായ്പോളൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിലേ ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ എന്താ രണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നാലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് കാണുന്നത്, അല്ലാണ്ട് പഴം ചീഞ്ഞ് പോയിട്ടൊന്നുമില്ല. അത് ഫ്രിഡ്ജിൽ നിന്ന് ആ തണുപ്പോടുകൂടി എടുത്തിട്ടുള്ള ആ ഒരു കളറാണ് കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടാണെങ്കിൽ ഫുള്ളായിട്ട് പോയിട്ടേ ഇല്ലേ, അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പം ആ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഞാൻ എന്താ രണ്ട് പഴവും നല്ല പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടി നേരിയതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളില്ലേ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴയില്ലേ അത് ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഈ ഒരു ടൈമിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നില്ലേ ഞാൻ വീഡിയോയുടെ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് വഴഞ്ഞ് വരണം, നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ്ലി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പഴം നല്ല പോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇത്രയും റെഡി ആയാൽ മതിയാവും. ഇനിയിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് 3 മുട്ടയും പൊട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 3 മുട്ടയും 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ണൂരായിരിക്കില്ലേ ഒഴിവാക്കാൻ പറ്റാത്ത സ്നാക്സിലൊന്നാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു 5 ടേബിൾ സ്പൂൺ തന്നെ ഇതിൽ കറക്റ്റ് മധുരമാണ് കേട്ടോ. പിന്നെ 2 ഏലക്ക കുത്തിയിട്ട് അതിൻ്റെ കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളടുത്ത് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ടില്ലേ, അതിതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ മുട്ടയിലേക്ക് പഴം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേറപ്പം ഞാനിത് വയറ്റാണ്ടല്ലേ ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ മുട്ടേന്നൊക്കെ എടുത്തിട്ടാണ് പഴം വയറ്റിയിട്ട് വന്നിട്ടുണ്ടായത്. അപ്പം ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ പഴം വഴിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടല്ല, കുക്കായിട്ടുള്ള പഴമുണ്ട് പെട്ടെന്ന് ഉടനെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരം മിക്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പാൻ എടുക്കുക. ഏതിലാണോ നമ്മൾ കുക്കാക്കി എടുക്കുന്നത് ആ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യില്ലേ അതൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗത്തും സൈഡിലും ഒക്കെ നല്ല പോലെ ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. എനിക്കില്ലേ സൗണ്ട് നല്ല പോലെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം എന്തോ പോലെ തോന്നുകയാണെങ്കിലേ ഒന്ന് ക്ഷമിച്ച് തരാം കേട്ടോ. ഞാനത് വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നെയ്യൊന്ന് പറ്റി കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു മിക്സില്ലേ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പഴത്തിൻ്റെ മിക്സിൽ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് താഴേക്കാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പായി കിടക്കുന്നുണ്ട്, മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ലിഡ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റാണ് കേട്ടോ കുക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുന്ന നേരത്തേക്ക് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് കരിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പഴയ സോസ് പാൻ എടുത്തിട്ട് താഴ്ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റിലേ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്ന ടൈമിൽ ക്ലീനായിട്ട് വരികയാണെങ്കിൽ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്കും കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ അളവിലെടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കുക.
ഇനി നമ്മുടെ കായ്പോളയില്ലേ അതൊന്ന് ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നതിന് കേട്ടോ. ആ ഒരു മുകൾ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഫ്ലെയിം ഒന്നും കൂട്ടി കൊടുക്കണ്ട. ഇതിൻ്റെ അടിഭാഗല്ലേ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കരിയാണ്ടൊന്ന് നോക്കണേ. ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് അധികം വെച്ചുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതിന്ന് ഇളകി പോയിട്ടുള്ള ഭാഗമൊക്കെ അതിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ്സായി കൊടുക്കുന്നുണ്ട്. അതവിടെ അങ്ങനെ റെഡി ആയിക്കോളും. അപ്പോൾ ഇതാ 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ പഴവും മുട്ടയൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. ഇനി അതല്ല ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.